2015 ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളൊക്കെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ അവിടുത്തെ സർക്കാർ വിശ്വസനീയമായ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കൂ എന്നാണ് അന്ന് തൊട്ട് ഇന്ത്യയുടെ നിലപാട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാക് സംഘർഷം തണുത്തത് എന്ന അവകാശവാദം പറയുകയായിരുന്നു അമേരിക്ക. ഒരു മൂന്നാം കക്ഷിക്കും ഇതിൽ പങ്കില്ലെന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞതൊന്നും അറിയാതെയാണ് വീണ്ടും മധ്യസ്ഥന്റെ റോൾ വഹിക്കാൻ തയ്യാറായി തന്നെയാണ് അമേരിക്കയിൽ നിൽക്കുന്നത്. പണ്ട് മുതലേ ഒരു മൂന്നാം കക്ഷിയുടെയും സാന്നിധ്യം ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇന്ത്യ പാക് വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയെയും മധ്യസ്ഥതയ്ക്ക് ഇരുത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല. മാത്രമല്ല 1972 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഷിംല കരാർ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പോലും മധ്യസ്ഥത ഇന്ത്യക്ക് സ്വീകാര്യമല്ല. 1971 യുദ്ധത്തിന് ശേഷം കാശ്മീർ തർക്കം പരിഹരിക്കാനും ബന്ധം സാധാരണ നിലയിലാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഉഭയകക്ഷി കരാർ. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിന് അനുസൃതമായി സമാധാനപരമായി ഇരു കൂട്ടരും ചർച്ച നടത്തി പരിഹാരം കൈവരിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര മധ്യസ്ഥയേക്കാൾ ഉഭയകക്ഷി അല്ലെങ്കിൽ പ്രാദേശിക ചർച്ചകളാണ് ഇന്ത്യ സാധാരണയായി പ്രോത്സാഹിപ്പിക്കാറുള്ളത്. പക്ഷേ പ്രശ്നത്തിൽ ഇനി പരിഹാരം കണ്ടെത്തിയിട്ടേ വേറെ കാര്യമുള്ളൂവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കുറേയേറെ വിഷയങ്ങൾ ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ച ചെയ്യാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ടെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനവുമൊക്കെ സത്യത്തിൽ ഈ കരാറിന്റെ വസ്തുതയിൽ സംശയം ഉളവാക്കുന്നതായിരുന്നുവെങ്കിലും ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിക്കും ഇടം നൽകുന്ന പ്രശ്നമില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ച അല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ മറ്റെവിടെയെങ്കിലും ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മിശ്രി പറഞ്ഞിരുന്നത്. 2015 ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ അവിടുത്തെ സർക്കാർ വിശ്വസനീയമായ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കുള്ളൂ എന്നാണ് അന്ന് തൊട്ട് ഇന്ത്യയുടെ ഒരു നിലപാട്. നിലവിലെ വെടിനിർത്തൽ അമേരിക്ക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഇന്ത്യയും സമ്മതിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ച് അമേരിക്ക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ വെടിനിർത്തലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്ക് നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയെ പോലെ ഒരു പ്രബല രാജ്യത്തിന് സ്വന്തം പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഷിംല കരാറിൽ പറയുന്നത് പോലെ കാശ്മീർ ഒരു ഉഭയകക്ഷി പ്രശ്നമാണെന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഇടപെടൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആഗോളതലത്തിൽ പ്രശ്നം ഉയർത്തി കാട്ടുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇരു കൂട്ടരുടെയും സഹകരണമില്ലാതെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാനും സാധിക്കില്ല. നേരത്തെ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി 1960 ആ ഉടമ്പടി. അതോടൊപ്പം സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സംഭാഷണങ്ങൾ സുഗമമാക്കുന്നതിനും വെടിനിർത്തൽ ലംഘനങ്ങളും നയതന്ത്ര തർക്കങ്ങളും ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുവിക്കുമ്പോൾ വലിയ തോതിലുള്ള യുദ്ധം ഒഴിവാക്കുന്നതിനുമുള്ള മൂലക്കല്ലായാണ് ഷിംല കരാർ കണക്കാക്കുന്നത്. കാശ്മീരിലെ അന്താരാഷ്ട്ര മധ്യസ്ഥത നിരസിക്കാൻ ഇന്ത്യ പലപ്പോഴും ഷിംല ചട്ടക്കൂട് ഉപയോഗിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടികൾ സഹിക്കാനാവാതിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ സഹായത്തിനായി അമേരിക്കയെ വിളിക്കുന്നത്. ആ ഇടപെടൽ ഏറ്റു എന്ന് കണ്ട് വീണ്ടും കൂടുതൽ ആഴത്തിൽ കൈകടത്താനാണ് അമേരിക്കയുടെ ശ്രമമെങ്കിൽ അത് ഇന്ത്യ നടത്തിക്കില്ല. അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ നടപ്പിലായെന്ന് പറഞ്ഞ് കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ ഔപചാരിക ചർച്ചകൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അമേരിക്കയോ അമേരിക്കയുടെ ഇടപെടൽ കണ്ട് മറ്റേതെങ്കിലും ശക്തികളോ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അതൊന്നും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ലെന്നത് ഉറപ്പാണ്. അതിനു പകരം പാകിസ്ഥാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഭീകര പ്രവർത്തനത്തിനെതിരെ നടപടിയെടുക്കാൻ അവരെ നിർബന്ധിതരാക്കാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ഭീകര സംഘടനകൾക്കും അവരുടെ ക്യാമ്പുകൾക്കുമെതിരെ വിശ്വസനീയമായ നടപടിയെടുക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഔപചാരിക ചർച്ചകൾക്കില്ല എന്ന പരസ്യ നിലപാടാണ് ഇന്ത്യ തുടരുന്നത്.